ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം കനക്കുകയാണ്. ബാനറും കൊടിയും കെട്ടി പൊതിച്ചോറ് വിതരണം പാടില്ല എന്ന മന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായി രംഗത്ത് വന്നു. എല്ലാം മുടക്കുക എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ രീതിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറയുന്നു. മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പദ്ധതിയുമായി ഡിവൈഎഫ്ഐ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കൊടിയുടെ നിറം നോക്കിയല്ല തങ്ങൾ ഭക്ഷണം നൽകുന്നതെന്നും വസീഫ് പറഞ്ഞു. ഭരണപക്ഷം ഞങ്ങളുടെ പദ്ധതി നിർത്തലാക്കുമെന്ന് പറയുന്നു. എല്ലാം മുടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണപക്ഷത്തിന്റെ രീതി. എന്നാൽ ഭക്ഷണ വിതരണം ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങളുടെ രീതി. മെഡിക്കൽ കോളേജുകൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആദ്യം തുടങ്ങട്ടെ, ഭക്ഷണം മുടങ്ങാതിരുന്നാൽ മതി എന്നും വസീഫ് പറയുന്നു. എന്തിനാണ് ഞങ്ങളുടെ പദ്ധതിയെ തകർക്കാൻ നോക്കുന്നത്? ഞങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. പൊതിച്ചോറ് മുടങ്ങരുത്. ഞങ്ങൾ കൊടിയുടെ നിറം നോക്കിയല്ല ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാവർക്കും കൊടുക്കും. മറ്റുള്ളവരും ഇത് മാതൃകയാക്കട്ടെ. ഇതിനായി സർക്കാർ സംവിധാനം വരട്ടെ എന്നും വസീഫ് പറഞ്ഞു. ബാനറും കൊടിയും കെട്ടി ആശുപത്രി പരിസരത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു മുരളീധരന്റെ പ്രസ്താവന. ആശുപത്രികളിലെ സൗജന്യ ഭക്ഷണ വിതരണത്തിന് കമ്മ്യൂണിറ്റി കിച്ചണുകൾ വേണമെന്നും ഈ പദ്ധതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആദ്യം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെ പാവപ്പെട്ടവർക്ക് മുതൽ മുകളിലോട്ട് ഉള്ളവർക്ക് വരെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ കണ്ടിട്ടുള്ളത്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആശ്രയമാണ് മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ ആശുപത്രി. അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് എത്രമാത്രം ഉപകാരപ്രദമാണ്. 9 വർഷത്തിലേറെയായി ഡിവൈഎഫ്ഐ മുടങ്ങാതെ ഈ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനകൾ കൂടി ഏറ്റെടുക്കാനാണ് മന്ത്രി മുരളീധരൻ പറയേണ്ടത്. അല്ലാതെ പാവപ്പെട്ടവരെ ഭക്ഷണം മുടക്കുകയല്ല വേണ്ടത്. കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡിവൈഎഫ്ഐ ഭക്ഷണം നൽകുന്നു. ഇവർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ CH സെന്റർ, സംഘപരിവാറിന്റെ സേവാഭാരതി എന്നിവരൊക്കെ പലപ്പോഴായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ KSUവോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ ഇത് ചെയ്യുന്നത് ഇതുവരെ ആരും കണ്ടിട്ടുമില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഈ പൊതിച്ചോറുകൾ കളക്ട് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. ഇനി അത് ഡിവൈഎഫ്ഐ ചെയ്യേണ്ട എന്നാണ് മന്ത്രി മുരളീധരൻ പറയുന്നതെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കട്ടെ. എത്ര ദിവസം അവർ മുടങ്ങാതെ ഇത് കൊടുക്കുമെന്ന് അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. കരുണാകരൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ പഴയകാല ദുഷ്പ്രവൃത്തികൾ ജനം മറന്നു തുടങ്ങുന്ന സമയത്താണ് മകൻ അങ്ങേരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ രംഗത്ത് വരുന്നത്. പൊതുബോധത്തെ ഭയന്ന് ഗർഭിണിയായ ഭാര്യയെ കാട്ടിലുപേക്ഷിക്കുന്ന ശ്രീരാമനാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ മുരളീധരൻ ആരാണെന്ന് കൂടെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. മതേതര ഇന്ത്യയെ ഇല്ലാതാക്കി ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ വജ്രായുധമാണ് ശ്രീരാമൻ. അതേ ശ്രീരാമൻ ഉത്തമനായ സോഷ്യലിസ്റ്റ് ആണെന്നാണ് കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ മന്ത്രി വിളിച്ചു പറയുന്നത്.